ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആകാശും മീനാക്ഷിയും കൂടെ മീനാക്ഷിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വലിയ സന്തോഷത്തോടു കൂടി തന്നെ അവരെ സ്വീകരിച്ചു. ആകാശിന് ആദ്യം ചെറിയ മടിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചമ്മലൊക്കെ മാറ്റി നമ്മുടെ ആകാശ് നമ്മുടെ മീനാക്ഷിയുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആകാശിനോട് പെരുമാറുന്നത്. അപ്പം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ആകാശം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരു മാമൻ, എവിടെയും ഉണ്ടല്ലോ കുനുപ്പായിട്ട് ആരെങ്കിലും ഒരാൾ, അങ്ങനെ ഒരു മാമന് അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മാമാന്നാട്ടോ നമ്മുടെ മീനാക്ഷി വിളിക്കുന്നത്. അപ്പോൾ മാമൻ ചോദിക്കുക, എന്താ മീനാക്ഷി നിൻ്റെ ഭർത്താവിൻ്റെ ജോലി? അത് പിന്നെ എൻ്റെ ഭർത്താവിന് സ്വന്തമായിട്ട് കടയുണ്ട്, ഗോമതി സ്റ്റോഴ്സ്. സ്വന്തമായിട്ടോ? അത് സ്വന്തമായിട്ടുള്ള കടയാണോ? അതെ, എൻ്റെ ഭർത്താവിൻ്റെ കടയാണ്. എൻ്റെ ഭർത്താവ് കാലങ്ങളായിട്ട് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എൻ്റെ ഭർത്താവിന്. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണ് ഈ താല്പര്യം ആകാശിന്. അപ്പോൾ അതുകൊണ്ട് ആകാശ് അവിടെ നിൽക്കുന്നു. ഗോമതി സ്റ്റോഴ്സ് എന്ന പേര്, വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എന്താണെങ്കിലും കടയല്ലേ, ഒരു കടയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മാമ കടയിൽ നിൽക്കുകയല്ല, കടയിലെ സ്വന്തം മുതലാളി. ആ കടയിലെ മുതലാളി ആകാശ്, അല്ലാതെ വേറെ ആരുടെയും ഔദാര്യത്തോടു കൂടിയൊന്നും അല്ല ജോലി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് ആകാശ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആണോ? എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആകാശ്, ഇപ്പം 1 കിലോ ഉള്ളിക്ക് എന്താ വില, അരിക്ക് എന്താ വില എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മീനാക്ഷി പറഞ്ഞു, അല്ല മാമൻ ഇതൊന്നും മേടിക്കാറില്ലല്ലേ? സിന് ജീവിക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ പോയി മേടിക്കണ്ടേ, എങ്കിലല്ലേ ഇതിൻ്റെയൊക്കെ വില അറിയാൻ പറ്റത്തുള്ളൂ. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മാമനൊന്ന് ചമ്മിപ്പോയി കേട്ടോ. മീനുവിൻ്റെ ആർക്കും പൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ മീനു ഉരുളയ്ക്കുപ്പേരി എന്ന പോലെ മറുപടി കൊടുക്കുകയും ചെയ്യും. ഈ സമയത്താണ് നമ്മുടെ മീനുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്, അതെ ഇപ്പം അതൊന്നും അല്ല ഇവിടെ സംസാരിക്കേണ്ടത്. ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഒരു ദിവസം നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം താമസിച്ചില്ലെങ്കിലും ഫുഡൊക്കെ ഇന്ന് ഒരുമിച്ച് നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മീനൂട്ടിയുടെ അമ്മ, അയ്യോ ഞാനതങ്ങ് മറന്നുപോയി, നിങ്ങൾക്കെല്ലാം കാലമാക്കി വെച്ചിട്ടുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മീനൂട്ടി പറഞ്ഞു, ആകാശിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതിനിപ്പോൾ എന്താ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതിന്, ഉറപ്പായിട്ടും ഫുഡ് കഴിക്കാം. അതെ, അങ്കിളും ആൻറ്റിയും കൂടെ ഫുഡ് റെഡിയാക്കിക്കോ, ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ലെങ്കിലും മീനൂട്ടി ഒത്തിരി നാളായില്ലേ അവളുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നിങ്ങനെ നമ്മുടെ ആകാശ് തന്നെ പറയുകയാണ് കേട്ടോ. ഏതായാലും ആകാശത്തെ ഈ സംസാരം കേട്ടപ്പോൾ നമ്മുടെ മീനൂട്ടിക്ക് ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ മീനൂട്ടി പറയുക, സത്യത്തിൽ ആകാശത്തിന് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, ഇവിടുന്ന് ഫുഡ് കഴിക്കാനും താല്പര്യമില്ലെന്നറിയാം. പക്ഷേ ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ലേ ആകാശ് ചെയ്യുന്നത്, അത് പിന്നെ നിനക്ക് വേണ്ടി എങ്ങനെ ചെയ്യാതിരിക്കും? ഇപ്പം തന്നെ കണ്ടില്ലേ, അതാരാ? ആ മാമൻ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ. പക്ഷെ ഈ മാമനാളത്ര ശരിയല്ല. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ലേ ആകാശേ, ഒന്നിനോരോന്നായിട്ട് ഇങ്ങനെയൊക്കെ. അത് ആ രീതിയിൽ കണ്ടാൽ മതി. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മാമൻ ചോദിച്ചതിനുള്ള നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടില്ലേ, പിന്നെ എന്താ ഇത്ര പേടിക്കാനിരിക്കുന്നത്? നല്ല മറുപടി തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ മീനൂട്ടി എനിക്ക് നിന്നോട് സ്നേഹം കൂടുതൽ തോന്നുന്നത്. ഒരാളുടെ മുമ്പിലും നീ എന്നെ തരം താഴ്ത്തി കാണുന്നില്ലല്ലോ. പിന്നെ ഭർത്താക്കന്മാരെ തരം താഴ്ത്തി കാണാൻ ഏത് ഭാര്യമാരാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു ഭാര്യമാരും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ദേവമംഗലം കാണിക്കാൻ കേട്ടോ. നമ്മുടെ ബാലൻ വന്നു, ധർമ്മൻ വന്നു, അതുപോലെ അവർ വന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും വാതിലൊക്കെ അടച്ചിട്ടേക്ക്. അപ്പം ധർമ്മം പറഞ്ഞത് എന്തു പറ്റി അളിയാ, പതിവില്ലാതെ വാതിൽ അടച്ചിട്ടിരിക്കുന്നത്? ഓഹോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നമാണെന്ന് ആർക്കറിയാം. നമുക്ക് ഏതായാലും കയറാമെന്ന് പറഞ്ഞ് ഇവർ അകത്ത് കയറി വാതിൽ തുറന്ന ഉടനെ ആ ഒരു പാർട്ടി പോപ്പ് അപ്പം ഇങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് പൊട്ടിക്കുന്നു നമ്മുടെ ധർമ്മൻ്റെയും അതുപോലെ തന്നെ ബാലൻ്റെയും തലയിലേക്ക് വന്ന് വീഴുന്നു. അപ്പം തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു ബാലച്ച എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി പുറകെ, ബാക്കി എല്ലാ പരിവാരങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഗോമതി, പിന്നെ എന്നതാ ആര്യൻ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവരെയൊക്കെ ആനന്ദമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടത് പെട്ടെന്ന് നമ്മുടെ
ബാലൻ ഇങ്ങനെ ഒന്ന് ചുറ്റും നോക്കിയിട്ട് ഇതെന്താ ഇതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇന്നച്ഛൻ്റെ പിറന്നാളല്ലേ, അതുകൊണ്ട് തന്നെ ആഘോഷമായിട്ട് നടത്താൻ തീരുമാനിച്ചു. പിറന്നാള് ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഓരോ വേഷം കിട്ടുന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക? ജനിച്ച ഒരു ദിവസം എല്ലാവർക്കും ഉണ്ട്, അതെല്ലാവരെയും വിളിച്ചറിയിച്ച് ഇതുപോലെ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ എത്രമാത്രം ചിലവാ ഈ പേപ്പറിനും ഈ കിടക്കുന്ന ബലൂണിനും ഈ കേക്കിനും, ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഇത് ആരുടെ തലയിൽ വെച്ച ബുദ്ധിയായത്? ലേശം വിവരവും ബോധവും ഇല്ലേ നിങ്ങൾക്കാർക്കും? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് പണ്ടേ അറിയില്ലേ? ഒരു ബർത്ത്ഡേ വന്നിരിക്കുന്നു, ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ പോയിട്ട് എനിക്ക് ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇഷ്ടമല്ല, പിന്നെയല്ലേ എൻ്റെ ബർത്ത്ഡേ. ആരാ ഇതുപോലെ കോലം കെട്ടി വെച്ചത്? ആരാ ഇതൊക്കെ തയ്യാറാക്കിയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത്? എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുക. നമ്മുടെ ദേവി ഇപ്പം മറ്റേ മുട്ട് കൂട്ടി ഇടിച്ച് മൂത്രം ഒഴിക്കുന്ന മട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ദേവി പതുക്കെ പറഞ്ഞു, അത് പിന്നെ ബാലച്ചൻ്റെ പിറന്നാളെ ഇന്നെന്ന് എന്നോട് അമ്മ പറഞ്ഞു. അമ്മ ഇന്ന് അർച്ചന കഴിപ്പിക്കാൻ പോയിട്ട് വന്നപ്പം ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം പറഞ്ഞു. അതുകൊണ്ട് ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത് ഈ ദേവി മോളാ. അത് പിന്നെ മോളെ നീയാണോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്? അതെ അച്ഛാ, ഞാനാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. പ്രശ്നമായോ? പ്രശ്നമുണ്ടോ അച്ഛാ? അത് പിന്നെ മോളാണോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്? പ്രശ്നമൊന്നുമില്ല മോളെ, ഒരു പ്രശ്നമില്ല. പാലച്ചന് സന്തോഷമായി. ഇത് കേട്ടതും എല്ലാവരും അതിശയിച്ചു കേട്ടോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് അവിടെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ നടന്നേനെ. അങ്ങനെ നമ്മുടെ ബാലൻ പറഞ്ഞു, കുഴപ്പമില്ല, മോളുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ പിന്നെ എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? നമുക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കാം. അപ്പോഴത്തേക്കും എല്ലാവരും കൈകൊട്ടി പാസ്സാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മം പറഞ്ഞു, ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്തൊരാഘോഷം. ആഹാ, കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖം. ഹാപ്പി ബർത്ത്ഡേ ടു യു അളിയ എന്ന് പറഞ്ഞ് നമ്മുടെ ധർമ്മനും തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കാണ് പതുക്കെ നമ്മുടെ ആര്യൻ ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ വകയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോമതി വരിക. ഗോമതി പറഞ്ഞു, എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ബാലേട്ടാ, ഇത് മുക്കിക്കളയല്ലേ, എന്ന് പറഞ്ഞൊരു ചെറിയ മോതിരം കൊടുക്കുകയാണ്. ഈ മോതിരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലന് ഭയങ്കര അതിശയം. ഗോമതി, ഇതെന്താ? ഇതിനൊക്കെ എവിടെ നിന്ന് നിനക്ക് പൈസ? അതെ, ഇത് ഞാൻ പണ്ടേ സ്വരുക്കൂട്ടി വെച്ചതാ. പണ്ടേ ഇത് ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കണതാ. എന്തെങ്കിലും ഒരു നല്ലൊരു അവസരം കിട്ടുമ്പോൾ തരാൻ വേണ്ടി ഇരുന്നതായിരുന്നു. ആണോ? എങ്കിൽ പിന്നെ അതിങ്ങ് തന്നേരെന്ന് പറഞ്ഞ് ബാലൻ മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവി പറഞ്ഞ്, വരട്ടെ കൊടുക്കരുത്, ഇതങ്ങനെ വെറുതെ കൊടുക്കേണ്ട കാര്യമാണോ? ഇതങ്ങ് കയ്യിലിട്ട് കൊടുത്തേന്നും പറഞ്ഞ് നമ്മുടെ ദേവി കയ്യിലിട്ട് കൊടുക്കാൻ പറഞ്ഞ ഉടനെ തന്നെ ഗോമതിക്ക് അത് ഇഷ്ടമായി. ഗോമതി ചെന്ന് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മുടെ ബാലനും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് മുറിക്കുന്നു. നമ്മുടെ ഗോമതിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഗോമതി തിരിച്ച് വെച്ച് കൊടുക്കുന്നു. നമ്മുടെ എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലൻ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ്. പെട്ടെന്നാണ് അയ്യോ എന്തി ആകാശിനെയും കാണുന്നില്ലല്ലോ, അതുപോലെ മീനാക്ഷിനെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതിയുടെ എന്താ അവർ വരാത്തത്? അപ്പം ബാലൻ പറഞ്ഞു, അത് പിന്നെ അവർ വരാത്തത്, അതെ എന്നോട് ആകാശ് വിളിച്ച് പറഞ്ഞായിരുന്നു മീനാക്ഷിയുടെ വീട് വരെ ഇന്നൊന്ന് പോകുന്നു. മീനാക്ഷിയുടെ വീട്ടിലോ? അതെ, അവളുടെ അച്ഛനെ കാണണം എന്നങ്ങാണ്ട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ പൊക്കോട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പൊക്കോളാൻ പറഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് അവരില്ലാതെ പോയല്ലോ ഇവിടെ. അപ്പോൾ നമ്മുടെ ദേവിയും പറഞ്ഞു, അതല്ലേലും ശരിയാ, നല്ലൊരു ദിവസമായിട്ട് മൂഡ് കളയാനായിട്ട്. അപ്പം പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവർ പോയെന്ന് ഓർത്തുകൊണ്ട് അവരറിഞ്ഞില്ലല്ലോ ഇവിടുത്തെ പിറന്നാൾ ആഘോഷമൊന്നും. അപ്പം ബാലനും പറഞ്ഞാൽ അത് ശരിയാ, ഇനി ഇതൊരു പ്രശ്നമാക്കി തീർക്കുമെന്നും വേണ്ട. അവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നേനെ. അതുപോലെ തന്നെ അവരിത് അറിയുമായിരുന്നു, ഉറപ്പായിട്ടും വരുകയും ചെയ്തേനെ. അത് സാരമില്ല, അവർ പോട്ടെ, ഇനി ഇത് വലിയ പ്രശ്നമാക്കാനൊന്നും നിൽക്കണ്ട, ഏതായാലും കേക്ക് എല്ലാവരും കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ. അപ്പോൾ ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൂട്ടി ആകാശം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മീനൂട്ടിയുടെ അമ്മ ദേവമംഗലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലനെയും ഗോമതിനെയും കണ്ടു വേണം എല്ലാവരും പഠിക്കാനായിട്ട്. ഗോമതിയുടെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കും മീനൂട്ടി പറയുന്നുണ്ട്, ആ സ്വഭാവം അമ്മയും കണ്ടു പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. വീട്ടിലൊരാൾ വന്ന് അവരോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ പെരുമാറണം, എല്ലാം പ്രത്യേകം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. സത്യത്തിലേ അമ്മയുടെ അടുത്തുനിന്ന് ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ അമ്മ
സത്യത്തിൽ എൻ്റെ അമ്മായിയമ്മയല്ല കേട്ടോ, അതെൻ്റെ അമ്മ തന്നെയാണ്. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം മോളെ. സത്യത്തിൽ അമ്മായിയമ്മേനെ അമ്മയായിട്ട് കാണുന്ന മരുമക്കളൊക്കെ കുറവാണ്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ആ അമ്മായിയമ്മമാരുടെ ഗുണങ്ങളൊക്കെ തന്നെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീനുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, ബാലനെയും മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അന്ന് വിവാഹം കഴിഞ്ഞ് അന്ന് ഞങ്ങൾ വന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി, കമാ എന്നൊരക്ഷരം ബാലൻ മിണ്ടിയിട്ടില്ല. ബാലൻ നല്ല കുടുംബത്തിലെ ഒരാൾ തന്നെയാണ്. അതുമല്ല നല്ല മാനേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുകയും ചെയ്യുന്നത്. സത്യത്തിൽ ആകെ മൊത്തത്തിലെ ദേവമംഗലത്തെ വീട്ടുകാരെ കണ്ടു പഠിക്കണം എന്ന് വേണമെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ആകാശിന് ഭയങ്കര സന്തോഷമാകാണ് കേട്ടോ. സ്വന്തം അച്ഛനെ അമ്മേനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ആർക്കാണ് സന്തോഷമില്ലാത്തത്? പുകഴ്ത്തി പറയുന്നതല്ല, കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. നമ്മുടെ ബാലനെയും ഗോമതിയെയും ഒക്കെ പുകഴ്ത്തി പറയുന്നത് കൊണ്ട് തന്നെ ആകാശിന് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് ഇവരോട്. ഇനിയിപ്പോൾ അറിയില്ല എന്തായി തീരുമെന്ന്. ഇനിയിപ്പോൾ ഇവർ പോകാതെ ഇന്നത്തെ ദിവസം ഇവിടെ തങ്ങുമെന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുമെന്നും അറിയില്ല. ഇതിനിടയിൽ കേട്ടോ നമ്മുടെ മിത്ര വിളിക്കുന്നുണ്ട് മീനൂട്ടിനെ. അങ്ങനെ മീനൂട്ടിനെ മിത്ര വിളിക്കുമ്പോൾ മീനൂട്ടി പറയാം ഞാൻ ഇവിടെയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിത്ര പറഞ്ഞു, അത് പിന്നെ ഞാൻ വേറൊന്നും കൊണ്ടും അല്ല മീനാക്ഷി ചേച്ചി വിളിച്ചത്. അപ്പം പെട്ടെന്ന് നമ്മുടെ ആകാശ് ഫോൺ മേടിച്ചിട്ട്, അതേ ഒരു കാര്യം പറയട്ടെ മിത്രേ, അവിടെ ഉള്ളവരോട് കഴിച്ചിട്ട് കിടന്നോളാൻ പറയട്ടോ, ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അവിടുത്തെ ബർത്ത്ഡേയുടെ കാര്യമൊന്നും പറയാനും നമ്മുടെ മിത്രയ്ക്ക് പറ്റിയില്ല കേട്ടോ. മിത്ര അങ്ങ് പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി. പിന്നെ മിത്ര ഓർത്തു സാരമില്ല പോട്ടെ എന്ന്. മിത്ര ബർത്ത്ഡേക്ക് വരണം, ഭക്ഷണം ഒരുമിച്ച് കഴിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി ആയിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.